എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ക്യാൻസറിൻ്റെ മൂന്നാമത്തെ അഡ്മിഷൻ എന്ന് പറയുന്നത് 3 ഡോസ് മരുന്നാണ്. രണ്ടാമത്തെ അഡ്മിഷനിൽ ഞാൻ നെഗറ്റീവായി, ക്യാൻസർ മാറി നെഗറ്റീവായി. അപ്പോൾ ഇനി ശരീരത്ത് എവിടെയെങ്കിലും ക്യാൻസർ സെല്ലുകളുണ്ടോ, അത് വീണ്ടും വരാതിരിക്കാനും ഉള്ള ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ളതാണ് മൂന്നാമത്തെ കീമോ. അത് 3 ഡോസാണ്, അതായത് 3 അഡ്മിഷനാണ്. ഒരു അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ 24 ദിവസമാണ്. അങ്ങനെ 3 അഡ്മിഷൻ, ആ 3 ഡോസാണ്. അപ്പോൾ ആ കീമോ തുടങ്ങിയ സമയത്തൊക്കെ എനിക്ക് ബോധം വന്നു തുടങ്ങി. അപ്പോൾ എല്ലാ ദിവസവും ഡയറ്റീഷ്യൻ വന്ന് ഇന്ന ഫുഡ് കഴിക്കണം, ഇന്ന ഫുഡ് കഴിക്കല്, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും. അങ്ങനെയാണ് ഞാൻ പാലിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പാസ്ചറൈസ് ചെയ്ത പാലും പശുവിൻ്റെ പാലും തമ്മിലുള്ള വ്യത്യാസം. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ, മിക്ക വീടുകളിലും പശുവുണ്ട്. ആ പശുവിന് നമ്മൾ കച്ചി, വൈക്കോൽ, നെല്ലിൻ്റെ അതും തേങ്ങ പിണ്ണാക്ക്, അതുപോലെ ഉള്ള ഇതും പുല്ല്, ഇങ്ങനെയുള്ള ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങളാണ് അന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. കാടി, കഞ്ഞിവെള്ളമൊക്കെ കൂടെ ചേർന്നിട്ടുള്ള. അതിൽ നിന്നൊക്കെ വ്യത്യാസമായി ഇന്ന് പശുക്കൾക്ക് കാലിത്തീറ്റയാണ് കൊടുക്കുന്നത്. ആ കാലിത്തീറ്റയിൽ കെമിക്കൽസ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്, ആൻറ്റിബയോട്ടിക്സ്, അസുഖം വരാതിരിക്കാനായിട്ട്. ഇതെല്ലാം മിക്സ് ചെയ്ത കാലിത്തീറ്റകളാണ് പശുവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പാലാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കും ആ പാലിലൂടെ ഈ കെമിക്കൽസും ഹോർമോൺസും ആൻറ്റിബയോട്ടിക്സും എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചുകുട്ടികളൊക്കെ പെട്ടെന്നാണ് വളരുന്നത്. 7 വയസ്സ് 8 വയസ്സുള്ള കുട്ടികളൊക്കെ ഭയങ്കര പ്രായപൂർത്തിയായവരുടെ കൂട്ടുള്ള വളർച്ചകൾ. ഇതൊക്കെ ഈ ഹോർമോൺ ചെല്ലുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോഴാണ് ഞാൻ ഈ പാലിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത്. നമ്മൾ ഇന്ന് വീടുകളിൽ നിന്ന് മേടിക്കുന്ന പാലാണെങ്കിൽ നമ്മുടെ അമൃതയിലെ ഡയറ്റീഷ്യൻ പറഞ്ഞു 5 പ്രാവശ്യം തിളപ്പിക്കണമെന്ന്. പാസ്ചറൈസ് ചെയ്ത പാലാണെങ്കിൽ 1 പ്രാവശ്യം തിളപ്പിച്ചാൽ മതി. ഓർഗാനിക് പാല് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇന്നെവിടെ ഓർഗാനിക് കിട്ടാനില്ലല്ലോ. എല്ലാവരും പിണ്ണാക്കും ഒക്കെയാണ് കൊടുക്കുന്നത്. ഈ കെമിക്കൽസൊക്കെ ചേർന്ന പിണ്ണാക്കും ഒക്കെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു അഭിപ്രായം, പാസ്ചറൈസ്ഡ് ചെയ്ത പാൽ ഉപയോഗിക്കുക. അതാണ് ഒന്നുകൂടെ സുരക്ഷ. കാരണം അത്രയും വിഷാംശം കുറഞ്ഞ് നമുക്ക് ചെല്ലും. കാരണം 5 പ്രാവശ്യമൊക്കെ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പാലിൻ്റെ ഗുണങ്ങളൊക്കെ മുഴുവൻ പോകും. ഇപ്പം ഫാമുകൾ, വീടുകളിൽ ഒക്കെ വളർത്തുന്ന പശുക്കൾ, ഇപ്പം അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, വസ്തു കുറവാണ്. അപ്പോൾ അവർക്ക് ഈ കാലിത്തീറ്റ മാത്രമാണ് ശരണം. അപ്പോൾ അതാണ് അവർ ഭക്ഷണമായിട്ട് പശുവിന് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ്. കഴിവതും പാൽ ഉപയോഗിക്കാതിരിക്കുക. കുടിക്കണം എന്നുള്ളവർ ഗ്രീൻ ടീയിലോട്ട് വരിക. ഗ്രീൻ ലീഫ്, തേയിലയുടെ ഇല, അതിട്ട് വെള്ളം കുടിച്ചാൽ മതി. പാല് അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഓർഗാനിക് പാൽ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ പാസ്ചറൈസ്ഡ് ചെയ്ത പാല് തന്നെ ഉപയോഗിക്കുക. ഓക്കേ, നമസ്കാരം.